ഹലോ, ഗുഡ് മോർണിംഗ്. നേരം വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ, നേരം വെളുത്തിട്ടില്ല. 6:45. പക്ഷെ വെളിച്ചം അധികം വെച്ചിട്ടില്ല. കാൽനട യാത്രയിലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിശേഷം ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മളതിനെ പ്രതികരിക്കും. നമ്മളെ തന്നെ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയും, നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചാക്രമിക്കും. ഇല്ലേ, തിരിച്ചാക്രമിക്കില്ലേ? അതെങ്ങനെയാണ് ഒരു അഹങ്കാരമാവണത്? അതൊന്നും ഒരിക്കലും അഹങ്കാരമല്ല. അതേപോലെ നമ്മളോട് കുത്തി ഓരോ കാര്യങ്ങൾ ചകഞ്ഞ് ചോദിച്ച് അറിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മളതിനെ തിരിച്ച് കുത്തുന്ന രീതിയിൽ മറുപടി പറയുന്ന, അതിന് തിരിച്ചൊരു കുത്ത് തരുന്ന രീതിയിലുള്ള മറുപടി പറയുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് വഴിയെ പോകണം, നമ്മളതിനെ വിളിച്ചെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല പോലെ ചോദിച്ചറിഞ്ഞിട്ടാണ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ ഒരുമാതിരി വർത്താനം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അത് ഏത് മനുഷ്യനായാലും ദേഷ്യം വരും. അപ്പോൾ നമ്മൾ പ്രതികരിക്കും. നമ്മളെന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് അഹങ്കാരമാവണത്? അതൊരിക്കലും അഹങ്കാരമാവില്ല. പിന്നെ ഒരാളെങ്ങനെ പറയാൻ ഒരു എളുപ്പമുണ്ട്. നമുക്ക് ആളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം, എന്തും പറയാം. അവൾക്ക് ആരും ചോദിക്കാനില്ല. ഇനിയിപ്പോൾ ചോദിച്ചാലും അല്ലെങ്കിൽ അവനവിടെ കിടന്ന് ചിലക്കല്ലല്ലോ. അതൊന്നും ഇപ്പോൾ വില വെക്കണ്ട, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു എളുപ്പം കൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഒരാളെ തന്നെ വിലയില്ലാണ്ടൊക്കെ അങ്ങനെ ഓരോന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടും നമുക്ക് പ്രതികരിക്കാം. അപ്പോഴും അതും അഹങ്കാരമൊന്നും ആവണില്ല. പിന്നെ ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുന്നതും പിന്നെ അതെങ്ങനെയാണ് അഹങ്കാരമാവണത്? അതൊരിക്കലും അഹങ്കാരമാവില്ല. ഞാനൊരു കുടം വെള്ളം കിണറ്റിൽ നിന്ന് കോരി, ഞാൻ 2 കുടം വെള്ളം കോരിന്ന് ഞാനൊരാളോട് പറഞ്ഞാൽ അതെങ്ങനെയാണ് അഹങ്കാരമാവണത്? അതൊരിക്കലും അഹങ്കാരമാവില്ല. അതേപോലെ തന്നെ നമ്മളൊരു പ്രതിസന്ധി വന്ന്, ഒരു വിഷമം വന്ന്, അതിന് ഞാൻ തൻ്റെ ഇടത്തോടു കൂടി ഞാനതിനെ മറികടന്ന് ഞാനതിന്ന് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയണത് അതെങ്ങനെയാണ് അഹങ്കാരമാവണത്? അതൊരിക്കലും അഹങ്കാരമാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇനി അഹങ്കാരി എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഒരിക്കലും അഹങ്കാരമാവില്ല. അതൊക്കെ അഹങ്കാരം എന്ന് പറയുന്നവർക്കാണ് അഹങ്കാരം കേട്ടോ. അതാണ് ഇന്നത്തെ കാൽനട യാത്ര.